UDF സർക്കാർ അധികാരത്തിലേറിയതിനു പിന്നാലെ നിയമസഭയിൽ അവതരിപ്പിച്ച ധവളപത്രത്തിൽ ആവശ്യപ്പെടുന്നത് സമൂലമായ മാറ്റം. കടുത്ത തീരുമാനങ്ങളും നിർണായക നടപടികളുമെടുക്കേണ്ട ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വെച്ച ധവളപത്രം പറയുന്നു. വൻതോതിൽ സ്വകാര്യ നിക്ഷേപത്തിന് സാഹചര്യമൊരുക്കണമെന്നും സഹകരണ മേഖലയുടെ പങ്കാളിത്തം കൂട്ടണമെന്നും ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം ഉയർത്തണമെന്നും ധവളപത്രം ശുപാർശ ചെയ്യുന്നു. 5.07 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ ആകെ കടബാധ്യത. റവന്യൂ വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ തുടങ്ങിയ നിർബന്ധിത ചെലവിന് ഉപയോഗിക്കുക. പലിശയ്ക്ക് 20.09% ചെലവാക്കുന്നു. മൂലധന ചെലവിന് GSDPയുടെ 1.3% മാത്രമാണ് ലഭിക്കുന്നത്. ശമ്പളം, DA തുടങ്ങി മാറ്റിവെച്ച ബാധ്യതകൾക്ക് വേണ്ടത് 48,733 കോടി. 2021 മുതൽ 2026 വരെയുള്ള വർഷത്തിൽ എല്ലാ മാസവും ചെലവ് കൈകാര്യം ചെയ്തത് കടമെടുത്തും ഓവർ ഡ്രാഫ്റ്റിലും പണം കണ്ടെത്തിയായിരുന്നു. സ്ഥിതി ഏറ്റവും മോശമായ 2024-25 സാമ്പത്തിക വർഷം 10 മാസവും ട്രഷറി നെഗറ്റീവ് ബാലൻസിലായിരുന്നു. തനത് നികുതി വരുമാനം GSDPയുമായി താരതമ്യം ചെയ്യുമ്പോൾ ദുർബലപ്പെടുന്നു. കേന്ദ്ര വിഹിതം കുറഞ്ഞു. പക്ഷേ ഇത് സാമ്പത്തിക തകർച്ചയ്ക്കുള്ള ന്യായീകരണമല്ലെന്നും പറയുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഈ ഗുരുതര സ്ഥിതി കേവലം ചെലവ് ചുരുക്കൽ കൊണ്ട് മാത്രം പരിഹരിക്കാനാകില്ല. കടുത്ത തീരുമാനങ്ങൾ വേണം. ശമ്പളം, പെൻഷൻ, വിരമിക്കൽ എന്നിവയിൽ കടുത്ത രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിത്. വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിൻ്റെതിന് തുല്യമായി ഉയർത്തണം. ശമ്പള കമ്മീഷൻ 10 വർഷത്തിലൊരിക്കലാക്കണം. സംസ്ഥാന സർക്കാരിന് മതിയായ വിഭവം ഇല്ലാത്തതിനാൽ ദൃഢനിശ്ചയത്തോടെ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കണം. ഉന്നത വിദ്യാഭ്യാസം, AI, അപൂർവധാതുക്കളുടെ വികസനം എന്നിവയിൽ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കണം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം 78,000 കോടിക്ക് മുകളിലായെന്നും പറയുന്നു. KCB, ജല അതോറിറ്റി, KSRTC എന്നിവ സംസ്ഥാനത്തിന്റെ വിഭവങ്ങൾക്ക് ബാധ്യതയായി. KCB 3 പതിറ്റാണ്ടായി വൈദ്യുതി തീരുവ സർക്കാരിലേക്ക് അടക്കുന്നില്ല. പാവപ്പെട്ടവർക്കുള്ള പൊതുസേവനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത ഇല്ലായ്മയ്ക്ക് മറയാകരുത്. ഉപഭോഗാധിഷ്ഠിത സബ്സിഡിയിലേക്ക് മാറണം. വൈദ്യുത മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾക്കും കേന്ദ്ര പൊതുമേഖലാ നിക്ഷേപങ്ങൾക്കും അനുമതി നൽകണം. ഭൂപരിഷ്കരണ തൊഴിൽ നിയമങ്ങൾ മാറ്റണം.